നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വ്രണം പൂത്ത ചന്തം എന്ന എന്നെ നസീർ രചിച്ച ഒരു പുസ്തകമാണ്. മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് 100 രൂപയാണ് വില വരുന്നത്. ഇനി പുസ്തകത്തിലേക്ക്. ഇത് നോവലോ കഥയോ ഒന്നുമില്ല. ഇതൊരു നേർചിത്രമാണ്, നടക്കുന്ന യാഥാർത്ഥ്യം. കൂടുതലും നമ്മൾ മലയാളികളാണ് ഇത് കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വായിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ പൂരങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മളാണ്. അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു കാര്യം. പക്ഷെ അതിൽ ബലിയാടാകേണ്ടി വരുന്നത് ആനയാണ്. ആന എന്ന് പറയുമ്പോൾ കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആന. പക്ഷെ അവ അനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട്. കുഞ്ഞിലെ ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ആനകളെയാണ്. ആനകൾക്ക് ഫാൻസ് അസോസിയേഷൻ വരെയുള്ള നാടാണ് നമ്മുടെ. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്നിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇത് എന്നെ നസീർ മാഷിനെ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വരെ രചിച്ചിട്ടുള്ള എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് ഭയങ്കര ആരാധനയുള്ള ഒരാളാണ്. ഈ പുസ്തകം വളരെ ചെറിയൊരു പുസ്തകമാണ്. പക്ഷെ ഇതിൽ ആ ജീവികൾ അനുഭവിക്കുന്ന അവസ്ഥകളുണ്ട്. ഇതിനകത്ത് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 100 രൂപ വില വരുന്ന ഒരു ചെറിയ പുസ്തകമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കണം. വായിക്കുന്നതിനുപരി നിങ്ങളിത് അറിയണം. സത്യം എന്താണെന്ന് അറിയണം. വ്രണം പൂത്ത ചന്തം എന്ന് പറയുന്ന പോലെ, അതെ, നമ്മൾ കാണുന്ന ആ ചന്തത്തിന് പുറകിലുണ്ടായിട്ടുള്ള കുറെ നിസ്സഹായമായ ജീവിയാണ് ആന. അതിന്റെ ഒരു അവസ്ഥ. അതിനെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി എന്താ പറയാ മെരുക്കിയെടുത്ത് കൊണ്ടുവന്ന് കൊടും വെയിലിൽ നിർത്തിയിട്ടാണ് അത് ഇടയുന്നതും മനുഷ്യജീവനുകൾ പൊലിയുന്നതും ഒക്കെ. ഇപ്പൊ കുറെ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു, കുറെ കാലുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വെളിച്ചം വീശാത്ത കുറെ മനസ്സുകളുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ മാറുമല്ലോ വളരുമ്പോൾ. അങ്ങനെ മാറിയിട്ടുള്ളൊരു വേദനയായിട്ടുള്ളൊരു ചിത്രങ്ങളാണ് ആനയുടെ. ആന ഒരിക്കലും നമുക്ക് വീട്ടിലിണക്കി വളർത്താൻ പറ്റിയ ഒരു ജീവിയല്ല. ആന എന്ന് പറയുന്നത് കാടാണ്. ഇതില് ആമുഖത്തിൽ പറയുന്ന പോലെ ആനയ്ക്കുള്ളിലൊരു വനം ഉറങ്ങുന്നുണ്ടെന്നാ പറയുന്നത്. ആനയുടെ കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അത്രയും ആഴമാണ് ആനയുടെ കണ്ണുകൾക്ക്. അവ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളുടെ ഒടുവിലാണ് അവ പൊട്ടിത്തെറിക്കുന്നത്. അത് ഏത് മനുഷ്യനും ഏത് ജീവിയും അവസാനം പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു പൊട്ടിത്തെറി. പക്ഷെ അതിനും അവയുടെ ജീവൻ തന്നെ പലപ്പോഴും വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു പുസ്തകം നിങ്ങളെല്ലാവരും, മലയാളികളാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു പുസ്തകം വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. 100 രൂപ വിലയുള്ളൂ. നസീർ മാഷിന്റെ ഒരുപാട് സ്നേഹവും ആദരവുമാണ് എനിക്ക്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണിത്. അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, വഴിയെ പരിചയപ്പെടുത്താം. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ബുക്കുകളിലേക്ക് എടുക്കുമ്പോൾ ഈ 50 ദിവസത്തിനുള്ളിൽ എനിക്ക് പരിചയപ്പെടുത്തണമെന്ന് ഏറ്റവും അധികം തോന്നിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. കാരണം ആന എന്ന് പറയുന്ന ജീവി കാട്ടിലും സുരക്ഷിതമല്ല, അവ നാട്ടിലും സുരക്ഷിതമല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ഉത്സവങ്ങൾക്ക് ഞാൻ പോകാറില്ല. കാരണം അവയെ അങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു മനസ്സിനകത്ത് ഞാൻ പിന്നീട് നോക്കുന്ന ഒരിക്കലും അവയുടെ നെറ്റിപ്പട്ടോ അല്ലെങ്കിൽ അത് തെളിഞ്ഞു വരുന്ന കൊമ്പുകളോ ഒന്നുമല്ല. അവയുടെ കാലുകളിലേക്ക് നോക്കാൻ പിന്നീടാണ് ഞാൻ പഠിച്ചത്. ഇതിന്റെ വായനാനുഭവത്തിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റമാണത്. അവയുടെ പിൻകാലുകളിലേക്കും നിങ്ങൾ ആ തോട്ടിയിട്ട് വലിക്കുന്ന ഭാഗത്തും ചെവിയുടെ പുറകുവശമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ആ ജീവി എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നീട് ഞാൻ ഒരിക്കലും ആനയെ ആസ്വാദനത്തോടു കൂടി ഞാൻ ആനയെ കണ്ടിട്ടില്ല. പിന്നീട് കാണുമ്പോൾ മുഴുവൻ അവന്റെ ഉള്ളിലെ ദയനീയമായ അവസ്ഥ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ എന്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.